ചെറുപ്പത്തിൽ വെക്കേഷൻ ടൈമിൽ പോകുമ്പോൾ ബട്ടറിനെ കൊണ്ടൊരു അടിപൊളി സംഭവം ഉണ്ടാക്കി തരലുണ്ട് അമ്മമ്മ. ഒരു ബൗൾ എടുത്തിട്ട് ബട്ടർ എടുക്കുക, അതിനകത്തേക്ക് പഞ്ചസാരയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ബട്ടർ ആദ്യം നല്ല ക്രീമി ആക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് സ്പൂണിനെ കൊണ്ടുകൂടി മിക്സ് ചെയ്താൽ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടും അതിന്. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇടണം. പൊടിച്ചതല്ല, സാധാരണ പഞ്ചസാര ഇട്ടിട്ട് കൊടുത്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ കാലത്തെ ഞാൻ 2 പീസ് ബ്രെഡും എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിന് അത്യാവശ്യമായിട്ടുള്ള സാധനം. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ദോശേൻ്റെ മുകളിലെല്ലാം ആക്കി തരലുണ്ട് അമ്മമ്മ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ്, ഒരു ചെറിയൊരു ഡിഫറൻസിൽ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് കിട്ടാനാണ് ഈ ഒരു റെസിപ്പി ഞാൻ ആക്കുന്നത്. ബ്രെഡിൻ്റെ മുകളിലേക്ക് ന്യൂട്ടെല്ല പുരട്ടിയിട്ട് പഴം മുറിച്ചിട്ട് വെക്കുന്നുണ്ട് ഇതുപോലെ. ഇനി വേറൊരു കഷ്ണം ബ്രെഡ് എടുത്ത് അതിൻ്റെ മുകളിൽ വെക്കുക. നമ്മൾ നേരത്തെ ആക്കിയ ബട്ടർ മിക്സ് ഇല്ലേ, ബട്ടറും പഞ്ചസാരയും കൂടിയിട്ട് അത് അതിൻ്റെ മുകളിൽ ഇതുപോലെ പുരട്ടി കൊടുക്കുക. പകുതി ഭാഗേ പുരട്ടി കൊടുക്കണ്ടു, ഒരു ഭാഗത്തേക്ക് പുരട്ടി കൊടുക്കുന്നുണ്ട്, ബാക്കി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയ ശേഷം ആ ബട്ടറാക്കിയ ഭാഗം തിരിച്ചിതുപോലെ വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കാം. ബാക്കിയുള്ള ബട്ടർ ഈ മുകളിലത്തെ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്, ഫുള്ളായിട്ട് ആക്കി കൊടുക്കുക. ഇനി കുറച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം, കരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിച്ചാൽ മതി. തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ഗോൾഡൻ ബ്രൗൺ കളറാവും. 1-2 പ്രാവശ്യം ഞാൻ ഇതുപോലെ തിരിച്ചു മറിച്ചു ഇടുന്നുണ്ട്. ഒരു കുഞ്ഞു പീസ് ബ്രെഡ് തെറിച്ചു പോയി ഞാൻ തിരിച്ചിടുമ്പോൾ. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു സ്പൂൺ എടുത്ത് ഇതുപോലെ ആകുമ്പോൾ നല്ല കറുമുറു സൗണ്ട് വരുന്നുണ്ട്. മുറിച്ചിട്ട് ഞാൻ കഴിച്ച് നോക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റ് വരുമ്പോഴേ പഴയ കാലത്തേക്കൊന്ന് പോയതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം.